പ്രിയമുള്ള കുട്ടികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 11 അക്കൗണ്ടൻസിയിലെ 4ാമത്തെ ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 2 ഈ പാഠത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗം, അതായത് 5ാമത്തെ ഭാഗത്തേക്കാണ് കിടക്കുന്നത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ സ്പെഷ്യൽ ജേണൽസ് ആയിട്ടുള്ള പർച്ചേസസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, അതോടൊപ്പം തന്നെ ജേണൽ പ്രോപ്പർ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് പർച്ചേസസ് റിട്ടേൺ ബുക്ക്. വി നോ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ജേണൽ യൂസ്ഡ് ടു റെക്കോർഡ് ദ റിട്ടേൺ ഓഫ് ഗുഡ്സ് ടു ദ സപ്ലയേഴ്സ്. സപ്ലയേഴ്സിൽ നിന്നും നമ്മൾ സാധനങ്ങൾ കടത്തിൽ വാങ്ങാറുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ ഗുണമേന്മയില്ലാത്തത് കൊണ്ട് തിരിച്ചു നൽകുന്നുണ്ടെങ്കിൽ അവയ്ക്കാണ് നമ്മൾ പർച്ചേസസ് റിട്ടേൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറയാറുണ്ട് അവയ്ക്ക്. അപ്പോൾ ഈ പർച്ചേസസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ്സ് രേഖപ്പെടുത്തുന്ന സ്പെഷ്യൽ ജേണലാണ് പർച്ചേസസ് റിട്ടേൺ ബുക്ക്. ഇൻ ദിസ് ബുക്ക്, പർച്ചേസസ് റിട്ടേൺ ഓഫ് ഗുഡ്സ് ആർ റെക്കോർഡഡ്. ദിസ് ബുക്ക് ഈസ് ഓൾസോ കോൾഡ് പർച്ചേസസ് റിട്ടേൺ ജേണൽ. Sometimes goods purchased are returned to the supplier for various reasons, such as goods are not of the required quality or are defective, etc. When goods are returned to suppliers, a debit note is prepared in duplicate and the original one is sent to the supplier for making necessary entries in his book. പല കാരണങ്ങൾ കൊണ്ടും സപ്ലയേഴ്സിന് സാധനങ്ങൾ ബിസിനസ്സിൽ നിന്ന് മടക്കി നൽകാറുണ്ട്. ചിലപ്പോൾ ഗുണമേന്മയില്ലാത്തതായതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചതാണെങ്കിലോ സാധനങ്ങൾ മടക്കി നൽകാറുണ്ട്. അല്ലെങ്കിൽ ഷോർട്ടേജ് ഗുഡ്സ് ഉണ്ടാകാറുണ്ട്. ഇവയൊക്കെ നമ്മൾ പർച്ചേസസ് റിട്ടേൺ എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ഇത്തരം സാധനങ്ങൾ സപ്ലയേഴ്സിന് മടക്കി കൊടുക്കുമ്പോൾ സാധനങ്ങൾ വാങ്ങിയ ബയർ സെല്ലർക്ക് ഒരു ഡെബിറ്റ് നോട്ട് തയ്യാറാക്കി നൽകാറുണ്ട്. ഇവിടെ ഡെബിറ്റ് നോട്ട് എന്ന് പേര് വരാൻ കാരണം സപ്ലയറുടെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. സാധനങ്ങൾ മടക്കി നൽകുന്നതിനാൽ സപ്ലയറുടെ അക്കൗണ്ടിനെ അല്ലെങ്കിൽ അവിടെ ക്രെഡിറ്ററുടെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള സൂചനയാണ് ഡെബിറ്റ് നോട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ പർച്ചേസസ് റിട്ടേണിൻ്റെ കേസിൽ ബിസിനസ്സിൽ നിന്നും സാധനങ്ങൾ സപ്ലയേഴ്സിന് മടക്കി നൽകുമ്പോൾ നമ്മൾ ബിസിനസ്സിൽ നിന്നും തയ്യാറാക്കി സെല്ലറായിട്ടുള്ള സപ്ലയർക്ക് നൽകുന്നതാണ് ഡെബിറ്റ് നോട്ട്. ആ ഡെബിറ്റ് നോട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് സാധാരണ തയ്യാറാക്കാറുള്ളത്. 2 കോപ്പീസ്, അതാണ് ഡ്യൂപ്ലിക്കേറ്റ്. 2 കോപ്പീസ് തയ്യാറാക്കാറുണ്ട്. ഒരു കോപ്പി സാധനങ്ങൾ തിരിച്ചയക്കുന്നതിനോടൊപ്പം സപ്ലയർക്ക് നൽകുകയും ഒരു കോപ്പി ബിസിനസ്സിൽ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ഹിയർ the source document for recording entries in the purchases return book is the debit note. ഈ ഡെബിറ്റ് നോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പർച്ചേസസ് റിട്ടേൺ ബുക്കിൽ രേഖപ്പെടുത്തലുകൾ നടത്തേണ്ടത്. സോ ദ സോഴ്സ് ഡോക്യുമെൻറ്റ് ഓർ വൗച്ചർ യൂസ്ഡ് ഫോർ റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ദ പർച്ചേസസ് റിട്ടേൺ ബുക്ക് ഈസ് ദ ഡെബിറ്റ് നോട്ട്. Then about the format of purchases return book. Here the format is more or less similar to the purchases book we already studied. ഒരു പർച്ചേസസ് ബുക്ക് തയ്യാറാക്കുന്ന അതേ രൂപത്തിലാണ് ഒരു പർച്ചേസസ് റിട്ടേൺ ബുക്ക് തയ്യാറാക്കുന്നത്. ദ ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് ഹിയർ ദ ഡെബിറ്റ് നോട്ട് കോളം ഈസ് പ്രൊവൈഡഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ ഇൻവോയ്സ് നമ്പർ ഇൻ കേസ് ഓഫ് പർച്ചേസസ് ബുക്ക്. ഇപ്പോൾ പർച്ചേസസ് ബുക്കിൽ ഇൻവോയ്സ് നമ്പർ കോളമാണ് കൊടുക്കുന്നത്. അതിന് പകരമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന സോഴ്സ് ഡോക്യുമെൻറ്റ് ഡെബിറ്റ് നോട്ട് ആയതിനാൽ ഡെബിറ്റ് നോട്ട് നമ്പറിന് കോളമാണ് പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫോർമാറ്റ് ഓഫ് പർച്ചേസസ് ബുക്ക് ആൻഡ് പർച്ചേസസ് റിട്ടേൺ ബുക്ക്. സോ ഹിയർ ദ കോളംസ് ആർ ഡേറ്റ്, ഡെബിറ്റ് നോട്ട് നമ്പർ, നെയിം ഓഫ് സപ്ലയർ ഓർ അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ്, ലെഡ്ജർ ഫോളിയോ ആൻഡ് ദ എമൗണ്ട്. പർച്ചേസസ് റിട്ടേൺ ബുക്കിൽ നിന്നും എങ്ങനെ പോസ്റ്റിംഗ് നിർവഹിക്കാമെന്ന് നമുക്ക് നോക്കാം. പോസ്റ്റിംഗ് ഫ്രം പർച്ചേസസ് റിട്ടേൺ ബുക്ക്. പോസ്റ്റിംഗ് ഫ്രം ദ പർച്ചേസസ് റിട്ടേൺ ജേണൽ റിക്വസ്റ്റ് ദാറ്റ് the supplier's individual account are debited with the amount of returns
ആൻഡ് ദ പർച്ചേസസ് റിട്ടേൺസ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ പീരിയോഡിക്കൽ ടോട്ടൽ. പർച്ചേസസ് റിട്ടേൺ ബുക്കിൽ നിന്നും പോസ്റ്റിംഗ് എങ്ങനെ നിർവഹിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ആദ്യമായിട്ട് ഓരോ ഇൻഡിവിജ്വൽ ഐറ്റവും അല്ലെങ്കിൽ ഓരോ റിട്ടേൺ ഓഫ് ഗുഡ്സിൻ്റെയും എമൗണ്ട് അവിടെ ബന്ധപ്പെട്ട സപ്ലയേഴ്സിൻ്റെ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതേ സമയത്ത് പർച്ചേസസ് റിട്ടേൺ ബുക്കിൻ്റെ ടോട്ടൽ, ആ നിശ്ചിത കാലയളവിലെ ടോട്ടൽ പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ടിലേക്ക്, ലെഡ്ജറിലുള്ള പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ രീതിയിലാണ് പോസ്റ്റിംഗ് നിർവഹിക്കേണ്ടത്. നമുക്കൊരു ഉദാഹരണത്തിലൂടെ പർച്ചേസസ് റിട്ടേൺ ബുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഹിയർ ഇലിസ്ട്രേഷൻ 6 ആണ്. 6ാമത്തെ ഉദാഹരണമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത്. Enter the following transactions in the purchases return book for the month of September 2020. സെപ്റ്റംബർ 2020 ഉള്ള പർച്ചേസസ് റിട്ടേൺ ഒരു പർച്ചേസസ് റിട്ടേൺ ബുക്കിൽ രേഖപ്പെടുത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 10 ഗുഡ്സ് റിട്ടേൺ ടു മെസ്സേഴ്സ് രത്ന ട്രേഡേഴ്സ് ആസ് പെർ ഡെബിറ്റ് നോട്ട് നമ്പർ 102, 3 shirts at the rate of 300 per shirt, 1 pant at the rate of rupees 700 per pant, less 10% trade discount. അപ്പോൾ നമ്മൾ സപ്ലയേഴ്സിൽ നിന്നും ഡിസ്കൗണ്ട് അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള തുക വേണം റിട്ടേണിലും നമ്മൾ കാണിക്കേണ്ടത്. അതുകൊണ്ട് ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം നെറ്റ് എമൗണ്ട് പരിഗണിക്കാൻ വേണ്ടിയിട്ട്. ദെൻ രണ്ടാമതായിട്ട് സെപ്റ്റംബർ 24 ഗുഡ്സ് റിട്ടേൺ ടു മെസ്സേഴ്സ് ബോംബെ ഫാഷൻ ഹൗസ് ആസ് പെർ ഡെബിറ്റ് നോട്ട് നമ്പർ 103, 2 fancy trousers at the rate of rupees 500 per trouser, for fancy hat at the rate of rupees 100 per hat, less 5% trade discount. And thirdly, on September 28th, goods returned to Messrs. Bright Palace as per debit note number 105, 1 fancy frock at the rate of rupees 2000 per frock, less 5% trade discount. അപ്പോൾ സെപ്റ്റംബർ 2020 3 റിട്ടേൺ ഓഫ് ഗുഡ്സ് ആണ് സപ്ലയേഴ്സിനുള്ളത്. ആ 3 റിട്ടേൺ ഓഫ് ഗുഡ്സിൻ്റെയും എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നെറ്റ് എമൗണ്ട് ആണ് പർച്ചേസസ് റിട്ടേൺ ബുക്കിൽ രേഖപ്പെടുത്തേണ്ടത്. വർക്കിംഗ് നോട്ട്സായിട്ട് ആവശ്യമായ കാൽക്കുലേഷൻസ് നിർവഹിക്കുക. സെപ്റ്റംബർ 10 രത്ന ട്രേഡേഴ്സിൽ നിന്ന് മടക്കി കൊടുത്തത് 3 × 300 900, 1 × 700 700, ടോട്ടൽ 1600, ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് ഓഫ് 10%. Here 160, so the net amount is 1440. Similarly, September 24 ബോംബെ ഫാഷൻ ഹൗസിന് തിരിച്ചു കൊടുത്തത് 2 × 500 1000, 4 × 100 400. Here the total amount is 1400, less 5% of trade discount 70, so the net amount will be 1330. And similarly, September 28 Bright Palace return of goods 1 × 2000 2000. Here less trade discount of 5% 100, so the net amount is 1900. ഈ 3 റിട്ടേൺ ഓഫ് ഗുഡ്സും എങ്ങനെ പർച്ചേസസ് റിട്ടേൺ ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കും നമുക്ക് നോക്കാം. സോ ദ കോളംസ് ആർ ഡേറ്റ്, ഡെബിറ്റ് നോട്ട് നമ്പർ, നെയിം ഓഫ് സപ്ലയർ, LF ആൻഡ് എമൗണ്ട്. 2020 സെപ്റ്റംബർ 10 ഡെബിറ്റ് നോട്ട് നമ്പർ 102 പ്രകാരം രത്ന ട്രേഡേഴ്സിന് മടക്കി നൽകുന്ന സാധനങ്ങളുടെ തുക 1440. സെപ്റ്റംബർ 24 ഡെബിറ്റ് നോട്ട് നമ്പർ 103 പ്രകാരം ബോംബെ ഫാഷൻ ഹൗസിന് നൽകുന്നത് 1330 രൂപയുടെ സാധനങ്ങളാണ്. അതുപോലെ സെപ്റ്റംബർ 28 ഡെബിറ്റ് നോട്ട് നമ്പർ 106 പ്രകാരം ബ്രൈറ്റ് പാലസിന് നൽകുന്ന 1900 രൂപയുടെ സാധനങ്ങളാണ്. അങ്ങനെ സെപ്റ്റംബർ 30 മാസാവസാനം ടോട്ടൽ ചെയ്യുന്നു 4670. ഇതിൽ നിന്ന് പോസ്റ്റിംഗ് നിർവഹിക്കേണ്ടത് ഇതിൻ്റെ ടോട്ടൽ, അതായത് ടോട്ടൽ പർച്ചേസസ് റിട്ടേൺ ആണ് സെപ്റ്റംബർ മാസത്തെ. ആ ടോട്ടൽ തുക പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ടിലേക്ക്, ലെഡ്ജറിലുള്ള പർച്ചേസസ് റിട്ടേൺ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ റിട്ടേണും ബന്ധപ്പെട്ട ക്രെഡിറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ സപ്ലയേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യേണ്ടതുണ്ട്. അടുത്തായിട്ട് നമ്മൾ സെയിൽസ് റിട്ടേൺ ബുക്ക് തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ് കാണുന്നത്. വിനോ, സെയിൽസ് റിട്ടേൺ ബുക്ക് ഈസ് എ സ്പെഷ്യൽ ജേണൽ യൂസ്ഡ് ടു റെക്കോർഡ്
ദ ഡീറ്റെയിൽസ് ഓഫ് ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമേഴ്സ് ടു ദ ബിസിനസ്. നമ്മൾ സാധനങ്ങൾ കടത്തിൽ വിൽക്കുമ്പോൾ അവിടെ കസ്റ്റമേഴ്സ് സാധനങ്ങൾ മടക്കി നൽകാറുണ്ട്. അത്തരത്തിൽ മടക്കി നൽകുന്ന സാധനങ്ങളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുന്ന സ്പെഷ്യൽ ജേണലാണ് സെയിൽസ് റിട്ടേൺ ബുക്ക്. ദിസ് ജേണൽ ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് റിട്ടേൺ ഓഫ് ഗുഡ്സ് ബൈ കസ്റ്റമേഴ്സ് which were sold to them on credit. On receipt of goods from the customer, a credit note is prepared. The difference between the credit note and the debit note is that the former is prepared by the seller and the latter is prepared by the buyer. അപ്പോൾ സെയിൽസ് റിട്ടേൺ ബുക്ക് തയ്യാറാക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ ക്രെഡിറ്റ് നോട്ടായിരിക്കും. അപ്പോൾ ക്രെഡിറ്റ് നോട്ട് സാധനങ്ങൾ മടക്കി ലഭിക്കുമ്പോൾ കസ്റ്റമേഴ്സിൽ നിന്നും ഒരു ഡെബിറ്റ് നോട്ടിൻ്റെ പിൻബലത്തിൽ നമുക്ക് സാധനങ്ങൾ തിരിച്ചു ലഭിക്കുകയും അവിടെ ആ ഡെബിറ്റ് നോട്ട് ലഭിച്ചതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ തയ്യാറാക്കുന്ന ഒരു റിപ്ലൈ ആണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. സാധനങ്ങൾ തിരിച്ചു ലഭിച്ചതിൻ്റെ ഇൻറ്റിമേഷനായിട്ട് അവിടെ കസ്റ്റമർക്ക് തിരികെ നൽകുന്ന ഡോക്യുമെൻ്റാണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. സോ ആക്ച്വലി ഇറ്റ് ഈസ് ദ റിപ്ലൈ ടു ദിസ് ഗുഡ്സ് റിട്ടേൺഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഡെബിറ്റ് നോട്ട്. അപ്പോൾ ഡെബിറ്റ് നോട്ടിന് നൽകുന്ന ഒരു മറുപടിയാണ് സാധനങ്ങൾ തിരിച്ചു ലഭിച്ചതിൻ്റെ ഒരു ഇൻറ്റിമേഷനായിട്ട് അവിടെ കസ്റ്റമേഴ്സിന് നമ്മൾ നൽകുന്നതാണ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഡെബിറ്റ് നോട്ട് തയ്യാറാക്കുന്നത് ബയർ ആയിരിക്കും, എന്നാൽ ക്രെഡിറ്റ് നോട്ട് തയ്യാറാക്കുന്ന സെല്ലറാണ് ബയർക്ക് അവിടെ ഇൻറ്റിമേഷൻ സാധനങ്ങൾ തിരിച്ചു ലഭിച്ചിരിക്കുന്നു, ഇത്ര രൂപയുടെ ക്രെഡിറ്റ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇത്ര രൂപയുടെ കിഴിവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, സാധനങ്ങൾ മടക്കി നൽകിയതിൻ്റെ പേരിൽ അവിടെ താങ്കളുടെ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇവിടെ ക്രെഡിറ്റ് നോട്ട്. സാധനങ്ങൾ മടക്കി നൽകിയത് സ്വീകരിച്ചിരിക്കുന്നു എന്നും ഇത്ര രൂപയുടെ കിഴിവ് അല്ലെങ്കിൽ ആ ഡെപ്റ്ററെ ഇത്ര രൂപയ്ക്ക് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു ഇൻറ്റിമേഷനാണ് ക്രെഡിറ്റ് നോട്ടിലൂടെ നൽകുന്നത്. ലൈക്ക് ദ ഡെബിറ്റ് നോട്ട്, ദ ക്രെഡിറ്റ് നോട്ട് ഈസ് ഓൾസോ പ്രിപ്പയർഡ് ഇൻ ഡ്യൂപ്ലിക്കേറ്റ് and contains details regarding the name of the customer, details of the goods received back and the amount. അപ്പോൾ ഡെബിറ്റ് നോട്ട് തയ്യാറാക്കിയതുപോലെ തന്നെ ക്രെഡിറ്റ് നോട്ടും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ് തയ്യാറാക്കുന്നത്. ഒരു കോപ്പി നമ്മൾ കസ്റ്റമർക്ക് അയക്കുകയും ഒരു കോപ്പി ബിസിനസ്സിൽ കീപ്പ് ചെയ്യുകയും ചെയ്യുന്നു റെക്കോർഡിംഗ് പർപ്പസിന്. ഇത്തരമൊരു ഡെബിറ്റ് നോട്ടിൽ കസ്റ്റമറുടെ പേര്, തിരികെ ലഭിച്ച സാധനങ്ങളുടെ ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ എമൗണ്ട്, നെറ്റ് എമൗണ്ട് എന്നിവ കാണിച്ചിരിക്കും. ആൻഡ് വി നോ ദ സോഴ്സ് ഡോക്യുമെൻറ്റ് ഫോർ റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ദ സെയിൽസ് റിട്ടേൺ ബുക്ക് ഈസ് ദ ക്രെഡിറ്റ് നോട്ട്. ഇവിടെ ക്രെഡിറ്റ് നോട്ടാണ് സെയിൽസ് റിട്ടേൺ ബുക്കിൽ സോഴ്സ് ഡോക്യുമെൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക, സെയിൽസ് റിട്ടേൺ ബുക്കിൽ ഉപയോഗിക്കുന്ന സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ക്രെഡിറ്റ് നോട്ടാണ്. ഡെബിറ്റ് നോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പർച്ചേസ് റിട്ടേൺ ബുക്കിൽ രേഖപ്പെടുത്തലുകൾ നടത്താനാണ്. Then we shall see the format of sales return book. It is more or less similar to a sales book. Here the only difference is that instead of that invoice number column, here we should give credit note number column. അപ്പോൾ സെയിൽസ് റിട്ടേൺ ബുക്കിലെ പ്രധാനപ്പെട്ട കോളംസ് ഡേറ്റ്, ക്രെഡിറ്റ് നോട്ട് നമ്പർ, നെയിം ഓഫ് കസ്റ്റമർ ഓർ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ്, ledger folio and amount. Here how posting from sales return book can be made. Posting to the sales return book requires that the customer's account be credited with the amount of returns and the sales return account be debited with the periodic total. അപ്പോൾ സെയിൽസ് റിട്ടേൺ ബുക്ക് നിന്നും പോസ്റ്റിംഗ് നിർവഹിക്കുന്നത് അതിൻ്റെ ടോട്ടൽ, സെയിൽസ് റിട്ടേൺ ബുക്കിൻ്റെ ടോട്ടൽ, പീരിയോഡിക് ടോട്ടൽ അവിടെ സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ഇൻഡിവിജ്വൽ കസ്റ്റമറുടെ അക്കൗണ്ടും ബന്ധപ്പെട്ട ആ കസ്റ്റമറുടെ അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ രീതിയിലാണ്
സെയിൽസ് റിട്ടേൺ ബുക്കിൽ നിന്നും പോസ്റ്റിംഗ് നിർവഹിക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ സെയിൽസ് റിട്ടേൺ ബുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. എൻ്റർ ദ ഫോളോവിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ സെയിൽസ് റിട്ടേൺ ബുക്ക് ഓഫ് മെസ്സേഴ്സ് വിനോദ് സ്റ്റോഴ്സ് ഫോർ ദ മന്ത് ഓഫ് ഡിസംബർ 2020. ഡിസംബർ 2020 ഏതാനും സെയിൽസ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നത്. അവ ഒരു സെയിൽസ് റിട്ടേൺസ് ബുക്കിൽ രേഖപ്പെടുത്തുന്നത് എങ്ങനെ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഡിസംബർ 15 ഗുഡ്സ് റിട്ടേൺഡ് ഫ്രം മെസ്സേഴ്സ് രോഹിത് സ്റ്റോഴ്സ് ആസ് പെർ ദ ക്രെഡിറ്റ് നോട്ട് നമ്പർ 201 ടു കിഡ്സ് ബുക്സ് അറ്റ് ദ റേറ്റ് ഓഫ് ₹60 each. One animal book at the rate of 50 each. Here there is no trade discount. And in the second case, December 22, goods returned from Messrs. Mega Stationery as per credit note number 204, 2 color books at the rate of 30 each. And here also no trade discount. And December 30, goods returned to Messrs. Alpha Traders as per credit note number 207, 20 card books at the rate of 10 each, 5 notebooks at the rate of 35 each, less 5% trade discount. ഈ 3 സെയിൽസ് റിട്ടേൺ ആണ് നമുക്ക് രേഖപ്പെടുത്താനുള്ളത്. ആദ്യം വർക്കിംഗ് നോട്ട്സ് ആയിട്ട് കാൽക്കുലേഷൻസ് നടത്തുക. ഡിസംബർ 15 രോഹിത് സ്റ്റോഴ്സിൽ നിന്ന് 2 × 60 120, 1 × 50 50, അങ്ങനെ 170 ആണ് നെറ്റ് എമൗണ്ട്. ദെൻ മേഘ സ്റ്റേഷനറി ഡിസംബർ 22 2 × 30 60, ആൻഡ് ഡിസംബർ 30 ആൽഫ ട്രേഡേഴ്സിൽ നിന്നും 20 × 10 200, 5 × 35 175, here total 375 less 5% trade discount 18.75 ആയിരിക്കും കാൽക്കുലേഷൻ വരിക. അത് റൗണ്ട് ഓഫ് ചെയ്യുന്നു, 19 ആക്കുന്നു. അപ്പോൾ 19 ലെസ് ചെയ്യുമ്പോൾ 356 ആണ് നെറ്റ് എമൗണ്ട്. സോ സെയിൽസ് റിട്ടേൺ ബുക്കിൽ 2020 ഡിസംബർ 15 ക്രെഡിറ്റ് നോട്ട് നമ്പർ 201 രോഹിത് സ്റ്റോഴ്സ് 170 രൂപ, ഡിസംബർ 22 ക്രെഡിറ്റ് നോട്ട് നമ്പർ 204 മേഘ സ്റ്റേഷനറി 60, ഡിസംബർ 30 ക്രെഡിറ്റ് നോട്ട് നമ്പർ 206 ആൽഫ ട്രേഡേഴ്സിന് 356. ഇതാണ് സെയിൽസ് റിട്ടേൺ ബുക്കിൽ രേഖപ്പെടുത്തേണ്ട ട്രാൻസാക്ഷൻസ്. ഡിസംബർ 31 അവിടെ ടോട്ടൽ ചെയ്യുന്നു, 856 ആണ് ടോട്ടൽ സെയിൽസ് റിട്ടേണിൻ്റെ എമൗണ്ട്. ഈ 586 സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ലെഡ്ജറിലുള്ള സെയിൽസ് റിട്ടേൺ അക്കൗണ്ടിൽ അവിടെ ഈ ടോട്ടൽ ആയിട്ടുള്ള 586 നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ദെൻ രോഹിത് സ്റ്റോഴ്സിൻ്റെയും മെഗാ സ്റ്റേഷനറിയുടെ ആൽഫ ട്രേഡേഴ്സിൻ്റെയും അക്കൗണ്ടുകളിൽ ലെഡ്ജറിൽ അവരുടെ അക്കൗണ്ടുകളിൽ ബന്ധപ്പെട്ട എമൗണ്ട് കൺസേൺഡ് എമൗണ്ട് അവിടെ ക്രെഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ രീതിയിലാണ് പോസ്റ്റിംഗ് നിർവഹിക്കേണ്ടത്. Then next about journal proper. We know a journal proper should also be maintained in the business for recording the transactions which are not included in other day books. So this journal proper is used for recording all other transactions having no place in other day books. മറ്റ് സ്പെഷ്യൽ ജേണലുകളിൽ നമ്മൾ പഠിച്ച മറ്റ് സ്പെഷ്യൽ ജേണലുകളിൽ രേഖപ്പെടുത്താൻ കഴിയാത്ത ഇടപാടുകൾ രേഖപ്പെടുത്താനുള്ള ബുക്കാണ് ജേണൽ പ്രോപ്പർ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ജനറൽ ജേണൽ ഓർ മിസലേനിയസ് ജേണൽ ഓർ റെസിഡ്യുവൽ ജേണൽ. ഇങ്ങനെ വിവിധ പേരുകളിൽ ഇത് അറിയപ്പെടാറുണ്ട്. ജേണൽ പ്രോപ്പറിനെ ജനറൽ ജേണൽ, മിസലേനിയസ് ജേണൽ, റെസിഡ്യുവൽ ജേണൽ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. നമ്മളിതിൻ്റെ ഫോർമാറ്റ് 3rd ചാപ്റ്ററിൽ കണ്ടതാണ്. അവിടെ ജേണൽ തയ്യാറാക്കുന്ന അതേ രൂപത്തിലാണ് ജേണൽ പ്രോപ്പർ തയ്യാറാക്കുന്നത്. ഫോർമാറ്റ് മോണിറ്ററിൽ ശ്രദ്ധിക്കുമല്ലോ. സാധാരണ ജേണൽ തയ്യാറാക്കുന്ന അതേ രൂപത്തിലാണ് ജേണൽ പ്രോപ്പർ തയ്യാറാക്കുന്നത്. ജേണൽ പ്രോപ്പറിൽ രേഖപ്പെടുത്തുന്ന ഇടപാടുകൾക്ക് ഉദാഹരണങ്ങൾ നമുക്കൊന്ന് നോക്കാം. എക്സാമ്പിൾസ് ഓഫ് ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ് ഇൻ ജേണൽ പ്രോപ്പർ. ഫസ്റ്റ്ലി പർച്ചേസ് ഓഫ് അസറ്റ്സ് ഓൺ ക്രെഡിറ്റ്. കടമായിട്ട് അസറ്റുകൾ വാങ്ങുന്നത്. റൊക്കം പണത്തിന് അസറ്റുകൾ വാങ്ങുന്നത് നമുക്കറിയാം. ക്യാഷ് പർച്ചേസ് ഓഫ് അസറ്റ്സ് ആണെങ്കിൽ അത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആൻഡ് ഓൾസോ സെയിൽ ഓഫ് ഓൾഡ് അസറ്റ്സ് ഓൺ ക്രെഡിറ്റ്. കടമായിട്ട് പഴയ അസറ്റുകൾ വിൽക്കുന്നുണ്ടെങ്കിൽ അതും ജേണൽ പ്രോപ്പറിലാണ് രേഖപ്പെടുത്തേണ്ടത്.
പഴയ അസറ്റ് വിറ്റ് ക്യാഷ് കിട്ടുന്നെങ്കിൽ നമുക്കറിയാം അത് റെസിപ്റ്റാണ്, ക്യാഷ് റെസിപ്റ്റ് ആയതുകൊണ്ട് ക്യാഷ് ബുക്കിലാണ് രേഖപ്പെടുത്തുക. എന്നാൽ ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഓൾഡ് അസറ്റ്സ് ആർ ടു ബി റെക്കോർഡഡ് ഇൻ ദ ജേണൽ പ്രോപ്പർ. ആൻഡ് തേർഡ്ലി ലോസ് ഓഫ് ഗുഡ്സ് ബൈ ഫയർ ഓർ തെഫ്റ്റ്. മോഷണത്തിലൂടെ, തീപിടുത്തത്തിലൂടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു, അവിടെ ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യേണ്ടത് ജേണൽ പ്രോപ്പറിലാണ്. ആൻഡ് ഓൾസോ ഗുഡ്സ് ടേക്കൺ ഫോർ പേഴ്സണൽ യൂസ്. സ്വകാര്യ ആവശ്യങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് സാധനം എടുക്കുമ്പോൾ ഡ്രോയിങ്സ് ഓഫ് ഗുഡ്സ് ആണ്, അതും ജേണൽ പ്രോപ്പറിലാണ് രേഖപ്പെടുത്തേണ്ടത്. ആൻഡ് ഓൾസോ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ആസ് സാമ്പിൾസ്. ഫ്രീ സാമ്പിളുകളായിട്ട് സാധനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും ജേണൽ പ്രോപ്പറിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ആൻഡ് ഓൾസോ റെക്ടിഫിക്കേഷൻ എൻട്രീസ്. തെറ്റ് തിരുത്താൻ എഴുതുന്ന ജേണൽ എൻട്രീസ്. ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റെക്ടിഫിക്കേഷൻ എൻട്രീസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ തെറ്റ് തിരുത്താൻ വേണ്ടി എഴുതുന്ന ജേണൽ എൻട്രീസ് ആണ് റെക്ടിഫിക്കേഷൻ എൻട്രീസ്. ആൻഡ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ്, നീക്കുപോക്ക് ജേണൽ എൻട്രികൾ എഴുതേണ്ടി വരുന്നുണ്ട്. അക്കൗണ്ട് ഇയറിൻ്റെ എൻഡിൽ കണക്കിലെടുക്കാതെ പോകുന്ന ഇടപാടുകളെ കണക്കിലെടുക്കാൻ വേണ്ടിയിട്ടാണ് അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രീസ് എഴുതുന്നത്. ആൻഡ് ഓൾസോ ക്ലോസിംഗ് എൻട്രീസ്, ഓപ്പണിംഗ് ജേണൽ എൻട്രീസ് ആൻഡ് ഓൾസോ ട്രാൻസ്ഫർ എൻട്രീസ് ആർ ടു ബി പാസ്ഡ് ത്രൂ ജേണൽ പ്രോപ്പർ. ക്ലോസിംഗ് എൻട്രീസ്, വർഷാവസാനം എക്സ്പെൻസ് ആൻഡ് ഇൻകം അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി ക്ലോസിംഗ് എൻട്രീസ് പാസ് ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് ബാലൻസുകൾ ട്രാൻസ്ഫർ ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ അവിടെ വർഷാവസാനം ഡ്രോയിങ്സ് അക്കൗണ്ട് ടോട്ടൽ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവിടെ സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ടോട്ടൽ സെയിൽസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ടോട്ടൽ പർച്ചേസസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ക്ലോസിംഗ് എൻട്രീസ്, ഓപ്പണിംഗ് ജേണൽ എൻട്രീസ് ആൻഡ് ഓൾസോ ട്രാൻസ്ഫർ എൻട്രീസ് ആർ ഓൾസോ പാസ്ഡ് ഇൻ ദി ജേണൽ പ്രോപ്പർ. അപ്പോൾ ജേണൽ പ്രോപ്പറിൽ രേഖപ്പെടുത്തുന്ന ഇടപാടുകൾക്ക് ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഗിവ് സം എക്സാമ്പിൾസ് ഓഫ് ട്രാൻസാക്ഷൻസ് റെക്കോർഡഡ് ഇൻ ദ ജേണൽ പ്രോപ്പർ. അതുകൊണ്ട് ഈ ട്രാൻസാക്ഷൻസ് ഉദാഹരണമായിട്ട് ജേണൽ പ്രോപ്പറിൽ രേഖപ്പെടുന്ന ഇടപാടുകൾക്ക് ഉദാഹരണമായിട്ട് പഠിക്കുക. ജേണൽ പ്രോപ്പറിൽ രേഖപ്പെടുത്തുന്ന ഇടപാടുകൾക്ക് ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. 8ാമത്തെ ഇലിസ്ട്രേഷനായിട്ട് നമ്മളിവിടെ കാണുന്നു. The last illustration in this chapter is record the following in appropriate journal. താഴെ ഏതാനും ട്രാൻസാക്ഷൻസ് തന്നിരിക്കുന്നു, അതിനെ ഉചിതമായ ജേണലിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഹിയർ ഫസ്റ്റ് വൺ ഈസ് പർച്ചേസ്ഡ് മിഷനറി ഓൺ ക്രെഡിറ്റ് ഫ്രം അരുൺ ട്രേഡേഴ്സ് ഫോർ ₹18,000. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് മിഷനറിയാണ്, അസറ്റ് കടത്തിൽ വാങ്ങിയതാണ്. നമുക്കറിയാം ജേണൽ പ്രോപ്പറിലാണ് രേഖപ്പെടുത്തേണ്ടത്. ജേണൽ എൻട്രി ആയിട്ട് ജേണൽ പ്രോപ്പറിൽ അത് രേഖപ്പെടുത്തുക. അത് സിമിലർലി സെക്കൻഡ് വൺ സോൾഡ് ഗുഡ്സ് ഓൾഡ് ഫർണിച്ചർ, സോൾഡ് ഓൾഡ് ഫർണിച്ചർ ഓൺ ക്രെഡിറ്റ് ടു ദേവദാസ് ഫോർ ₹4,500. ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ്, ആദ്യം നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ് കണ്ടു. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അവിടെ ക്രെഡിറ്റ് സെയിൽ ഓഫ് അസറ്റാണ്, അസറ്റ് കടത്തിൽ വിറ്റതാണ്. ദെൻ തേർഡ് വൺ ഈസ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹3,500 ടേക്കൺ ഫോർ പേഴ്സണൽ യൂസ്. ഉടമസ്ഥൻ സ്വകാര്യ ആവശ്യങ്ങൾക്ക് സാധനങ്ങൾ എടുത്തതാണ്. ഡി ഗുഡ്സ് വർത്ത് ₹5,000 ഡിസ്ട്രിബ്യൂട്ട് ആസ് ഫ്രീ സാമ്പിൾ. സാമ്പിളുകളായിട്ട് 5,000 രൂപയുടെ സാധനങ്ങൾ നൽകിയിരിക്കുന്നു. ആൻഡ് ഓൾസോ ഗുഡ്സ് വർത്ത് ₹12,000 ഡിസ്ട്രോയിഡ് ബൈ ഫയർ വിച്ച് വർ നോട്ട് ഇൻഷുർഡ്. 12,000 രൂപയുടെ സാധനങ്ങൾ തീപിടുത്തത്തിലൂടെ നഷ്ടപ്പെട്ടു, അവ ഇൻഷുർ ചെയ്തിട്ടില്ലായിരുന്നു. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഗുഡ്സ് കോസ്റ്റിംഗ് ₹2,000 ഗിവൺ ഫോർ ഹെൽപ്പിംഗ് ഫ്ലഡ് അഫക്റ്റഡ് പീപ്പിൾ ഇൻ ദ ലൊക്കാലിറ്റി. ആ പ്രദേശത്തെ വെള്ളപ്പൊക്ക ബാധിതരായിട്ടുള്ള, പ്രളയബാധിതരായിട്ടുള്ള ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി 2,000 രൂപയുടെ സാധനങ്ങൾ നൽകി. നമുക്കറിയാം അത് ചാരിറ്റിയാണ്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് മുഴുവൻ നമ്മൾ രേഖപ്പെടുത്തേണ്ടത് ജേണൽ പ്രോപ്പറിലാണ്. ജേണൽ പ്രോപ്പറിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. ആദ്യമായിട്ട് മിഷനറി കടത്തിൽ വാങ്ങിയതാണ്. സോ മിഷനറി അക്കൗണ്ട് ഡെറ്റർ 18,000 ടു അരുൺ ട്രേഡേഴ്സ് അക്കൗണ്ട് 18,000. ബോട്ട് മിഷനറി ഓൺ ക്രെഡിറ്റ്. ആൻഡ് സെക്കൻഡ് ട്രാൻസാക്ഷൻ ഈസ് സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ ആണ്. ദേവദാസ് അക്കൗണ്ട് ഡെറ്റർ 4,500 ടു ഫർണിച്ചർ അക്കൗണ്ട് 4,500. സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ. ആൻഡ് തേർഡ് വൺ ഈസ് ഹിയർ ഡ്രോവിങ്സ് ഓഫ് ഗുഡ്സ് ആണ്. സോ ഡ്രോവിങ്സ് അക്കൗണ്ട് ഡെറ്റർ 3,500 ടു പർച്ചേസസ് അക്കൗണ്ട് 3,500. ഹിയർ ഇറ്റ് ഈസ് ദ ഡ്രോവിങ്സ് ഓഫ് ഗുഡ്സ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹിയർ ഫ്രീ സാമ്പിൾസ് നൽകിയതാണ്, സാമ്പിളുകൾ നൽകിയതാണ്. സോ ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ടു അഡ്വർടൈസിങ് അക്കൗണ്ട്. കാരണം ഉൽപ്പന്നങ്ങളുടെ പരസ്യാർത്ഥമാണ്
അവിടെ സാമ്പിളുകൾ നൽകുന്നത്. അതുകൊണ്ട് അതിനെ അഡ്വർടൈസ്മെൻറ്റ് ചിലവായിട്ട് വേണം കണക്കിലെടുക്കാൻ. സോ അഡ്വർടൈസിങ് അക്കൗണ്ട് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് എന്നുപയോഗിക്കാം. ഡെറ്റർ 5002, പർച്ചേസസ് അക്കൗണ്ട് 5000. ഫ്രീ സാമ്പിൾസ് നൽകിയാൽ എഴുതേണ്ട ജേർണൽ എൻട്രി ആണ്. അഡ്വർടൈസിങ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് അക്കൗണ്ട്, ഗുഡ്സ് ഗിവൺ ആസ് സാമ്പിൾസ്. നെക്സ്റ്റ് വൺ ഈസ് goods are lost by fire, so it should be debited. So it is a loss, it should be debited to lost by fire account, debtor 12,000 to purchases account 12,000. ഇതിൻ്റെ ഫർദർ ട്രീറ്റ്മെൻറ്റ് അത് ഇൻഷുർഡ് ആണോ അല്ലയോ എന്നതിനെ ആശ്രയിച്ചാണ്. ഇൻഷുർഡ് ആണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പണം ലഭിക്കും. ഇൻഷുർഡ് അല്ലെങ്കിൽ അതിനെ നഷ്ടമായിട്ട് നമ്മൾ കണക്കിലെടുക്കണം. അപ്പോൾ ഗുഡ്സ് ലോസ്റ്റ് ബൈ ഫയറിൻ്റെ കേസിൽ നമ്മൾ എഴുതേണ്ടത് ലോസ്റ്റ് ബൈ ഫയർ അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് അക്കൗണ്ട്. ലാസ്റ്റ് വൺ ഈസ് വി നോ ഗുഡ്സ് ഗിവൺ ആസ് ചാരിറ്റി. സോ ചാരിറ്റി അക്കൗണ്ട് ഡെറ്റർ 2,000 ടു പർച്ചേസസ് അക്കൗണ്ട് 2,000, ഗുഡ്സ് ഗിവൺ ആസ് ചാരിറ്റി. ഇത്തരത്തിൽ ജേണൽ പ്രോപ്പറിൽ രേഖപ്പെടുത്തേണ്ട ട്രാൻസാക്ഷൻ എക്സാമ്പിളുകൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് സ്പെഷ്യൽ ജേണലുകളെ കുറിച്ചാണ്. വൻകിട സ്ഥാപനങ്ങളിൽ ജേണലിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് പല ജേണലുകൾ തയ്യാറാക്കുന്നു, അല്ലെങ്കിൽ സ്പെഷ്യൽ ജേണലുകളാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട സ്പെഷ്യൽ ജേണലുകളായിട്ടുള്ള ക്യാഷ് ബുക്ക്, പർച്ചേസസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക് എന്നിവയെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. ഇതിനു പുറമെ ബിൽസ് പേയബിൾ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക് എന്നിവയെക്കുറിച്ച് അവിടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള തുടർന്നുള്ള പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്പെഷ്യൽ ജേണലുകൾ ഉൾപ്പെടുത്താൻ കഴിയാത്തവയാണ് ജേണൽ പ്രോപ്പറിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ സ്പെഷ്യൽ ജേണലുമായിട്ട് ബന്ധപ്പെട്ട 4ാമത്തെ പാഠം റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 എന്നുള്ള പാഠം ഇവിടെ അവസാനിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.